ഭരണം നഷ്ടമായതിനു ശേഷം CPM നേതാക്കൾക്കെതിരെയും നിലപാടുകൾക്കെതിരെയും പാർട്ടിയിലെ പല തട്ടുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ പറയാൻ ഭയന്ന് മാറിയെന്ന് പലരും കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ പറയുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതേപോലെ ഘടകകക്ഷികളും വിമർശനങ്ങൾ ഉറക്കെ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ CMRL ഇടപാടിൽ വീണ വിജയന്റെ കമ്പനിക്ക് പണം ലഭിച്ചത് അഴിമതിയുടെ ഭാഗമെന്നാണ് CPI കൊല്ലം ജില്ലാ നേതൃയോഗത്തിൽ ഉയർന്ന വിമർശനം. ഇടത് സർക്കാരിന്റെ കാലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നതൊക്കെ. വീണയെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്ക് ഇല്ലെന്നും യോഗത്തിൽ അംഗങ്ങൾ പറഞ്ഞു. വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് കണക്കില്ലാതെ പണം വന്നത് ഇടതു സർക്കാരിന്റെ കാലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പണം വന്നെങ്കിൽ അത് അഴിമതി തന്നെയാണ്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത CPIക്ക് ഇല്ലെന്നും അംഗങ്ങൾ പ്രതികരിച്ചു. CPIയുടെ വളർച്ച തടയാൻ ശ്രമിക്കുന്നത് CPM ആണ്. കോൺഗ്രസോ BJPയോ മുസ്ലിം ലീഗോ അല്ല പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമെന്നും വിമർശനമുണ്ടായി. ഇതേപോലെ തന്നെ സ്വന്തം പാർട്ടി അണികളിൽ നിന്നും CPM നേതാക്കൾക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ രൂക്ഷമായ വിമർശനം ഉയരുന്നത്. അന്തരിച്ച മുതിർന്ന CPI നേതാവ് AV ബാലന് അന്ത്യാഭിവാദം അർപ്പിച്ചുള്ള പോസ്റ്റിലാണ് വിമർശനം. മുൻ പാനൂർ ഏരിയ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ ബാലനെ അനുസ്മരിച്ച് 2 വാക്കെങ്കിലും എഴുതാൻ സമയം ഇല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ണൂരിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ നേരിടുന്ന സമയത്താണ് നവമാധ്യമങ്ങളിലൂടെ പുതിയ വിമർശനങ്ങൾ. പാനൂരിലെ മുൻ ഏരിയ സെക്രട്ടറിയും കണ്ണൂരിലെ CPMനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത AV ബാലനെ അന്തിമോപചാരം അർപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് പാർട്ടി പ്രവർത്തകർ തന്നെ രോഷപ്രകടനം നടത്തുന്നത്. സഖാവ് ബാലന് റെഡ് സല്യൂട്ട് എന്ന അടിക്കുറിപ്പോടെ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ നിരവധി പ്രവർത്തകരാണ് രാഗേഷിനെതിരെ കമന്റ് ചെയ്തിരിക്കുന്നത്. KK രാഗേഷ് പാർട്ടി സെക്രട്ടറിയായി തുടരുന്നിടത്തോളം കാലം കണ്ണൂരിൽ CPM പരാജയങ്ങൾ നേരിടുമെന്നും പ്രവർത്തകർ വിമർശിക്കുന്നു. എത്രയും പെട്ടെന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാഗേഷിനെ മാറ്റിയെങ്കിൽ മാത്രമേ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂവെന്നും കമന്റുകളുണ്ട്. അതോടെ രാഗേഷിന് പിന്തുണയുമായി AN ഷംസീർ രംഗത്ത് വന്നു. രാഗേഷിന് നേരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഘടിത വ്യക്തിഹത്യയും സൈബർ ആക്രമണവും അങ്ങേയറ്റം അപലപനീയമാണ്. പാർട്ടി സംവിധാനത്തിന്റെ അമരക്കാരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് പ്രസ്ഥാനത്തെ തകർക്കാൻ കാത്തിരിക്കുന്ന വലതുപക്ഷത്തിനും പാർട്ടി വിരുദ്ധർക്കും പരസ്യമായി കുടപിടിച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയാണ് ഷംസീർ പറയുന്നത്. തോറ്റു എന്ന കാരണത്താൽ പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ ചെളിവാരിയെറിഞ്ഞ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താം എന്നത് കേവലം വ്യാമോഹം മാത്രമാണ്. സൈബറിടങ്ങളിൽ നടക്കുന്ന ഈ ആസൂത്രിത വേട്ടയാടൽ ഉടനടി അവസാനിപ്പിക്കണം. പ്രസ്ഥാനത്തിന്റെ കരുത്തിന് കാവലായി കണ്ണൂരിലെ പാർട്ടിക്കൊപ്പം സഖാക്കളും നാട് ഒന്നാകെയും ഉറച്ചു നിൽക്കും എന്നൊക്കെ ഷംസീർ പറഞ്ഞെങ്കിലും ആ പോസ്റ്റിന് കീഴിലും രാഗേഷിനെതിരായ കമന്റുകൾ മാത്രമാണ് വരുന്നത്. നേതൃത്വത്തെ വിമർശിച്ചാൽ അത് എങ്ങനെയാണ് പാർട്ടി വിരുദ്ധമാകുന്നത് എന്നാണ് പലരുടെയും ചോദ്യം. ഇനി പാർട്ടി സെക്രട്ടറിമാർക്ക് നേരെ ഉണ്ടാകുന്ന അവഹേളനങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിക്കണം എന്ന് ഷംസീർ പറയുമ്പോൾ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ കാര്യവും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ പരസ്യമായി അവഹേളിക്കുകയും അത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ വാർത്ത ആവുകയും ചെയ്തപ്പോൾ താരത്തിനെ പിന്തുണച്ച് മൗനം പാലിച്ച നേതാക്കളാണ് പാർട്ടിയിൽ കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാൽ രാഗേഷിനെ ഇപ്പോൾ അവഹേളിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വിമർശിക്കുകയാണ്. കണ്ണൂരിലെ വമ്പൻ തിരിച്ചടിക്ക് കാരണക്കാരായ MV ഗോവിന്ദനും KK രാഗേഷും മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ അത് പറയുന്നവരെ പാർട്ടി വിരുദ്ധനാക്കി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരം നിലപാടുകൾക്കുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടത്. നിന്റെയൊന്നും വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ജയിക്കാൻ എന്ന ആ നിലപാട് തന്നെയാണ് പാർട്ടിയെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത്. വിമർശനങ്ങൾ സഹിഷ്ണുതയോടെ കേൾക്കുക. ഒരു പാർട്ടിക്ക് ആവശ്യം എന്തും അനുസരിക്കുന്ന അടിമകളെയല്ല, ചിന്താശക്തിയുള്ള പ്രതികരിക്കുന്ന നല്ല അണികളെയാണ്.